അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സജ്ജനങ്ങളായ അള്ളാഹു പൊരുത്തപ്പെട്ടവരായ ആളുകളുടെ സംഘത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ച് ജീവിക്കാനും അവൻ്റെ പൊരുത്തം സമ്പാദിച്ച് സന്തോഷത്തോടെ മരണപ്പെടാനും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ക്ലേശങ്ങളും അള്ളാഹു അജയ്യനായ രാജാതിരാജനായ അള്ളാഹു നമുക്കെല്ലാവർക്കും മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവരുടെ പാരത്രിക ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു സ്വർഗലോകത്ത് സമ്മേളിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, ഒരുപാട് ആഴ്ചകളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം റിയാ അഥവാ കപടഭക്തി എന്ന വിഷയം ഇന്ന് അവസാനിക്കുകയാണ്. അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയകമായി ഖുർആനിലും സുന്നത്തിലുമുള്ള ആശയങ്ങൾ അവസാനിച്ചു എന്നല്ല പറയുന്നത്. തൽക്കാലം നമുക്ക് മറ്റു പല വിഷയങ്ങളും സംസാരിക്കാനുള്ളത് കൊണ്ട് ഈ വിഷയം ഇന്ന് ചില കാര്യങ്ങൾ കൂടി ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. വിശ്വാസികളിലെ സാധാരണക്കാരല്ല, ആബിദീങ്ങളും ആലിമീങ്ങളും അഥവാ പണ്ഡിതന്മാരും ഭക്തന്മാരും അവരുടെ നന്മകളെ തകർത്ത് കളഞ്ഞത് റിയാ കൊണ്ടായിരുന്നു. അറിവും പ്രാപ്തിയും ഭയവുമൊക്കെ ഉള്ള ആളുകളുടെ അമലുകൾ കപടഭക്തിയിലൂടെ തകർന്നു പോകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അറിവുള്ള ആളുകൾ അവരുടെ അമലുകൾ സുരക്ഷിതമാക്കി അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ രീതിയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിവുള്ളവരാണല്ലോ. ആബിദുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാർ അവരും തന്നെ അങ്ങനെ തന്നെ നന്മകൾ കേടുകൂടാതെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ളവരാണല്ലോ. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും അറിവുള്ളവരും ഭക്തന്മാരും ഈ മേഖലയിൽ പലപ്പോഴും പരാജയപ്പെടുകയാണുണ്ടായത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ ഭ്രാന്തനെ എന്തുകൊണ്ടാണ് തളക്കുക? വൈദ്യന്മാരെല്ലാം രോഗികളായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ രോഗികളെ ചികിത്സിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചതുപോലെ സമൂഹത്തിന് മാതൃക കാണിക്കാൻ, ലക്ഷ്യബോധമുണ്ടാക്കാൻ, ദീനീ വിഷയത്തിൽ നേതൃത്വം നൽകാൻ ബാധ്യസ്ഥരായ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും ഭക്തന്മാരും ലക്ഷ്യം തെറ്റിയവരാണെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് അള്ളാഹുവിലേക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ ആരാണുള്ളത്? രോഗമില്ലാത്ത വൈദ്യനെ നടന്നന്വേഷിച്ച് കണ്ടെത്തുക തന്നെ. നിങ്ങളറിയണം, ഇത് ഇങ്ങനെ പറയാൻ കാരണം ഇതിന്റെ ഭീഷണി, റിയാഇന്റെ ഭീഷണി അത്രയും ഗുരുതരമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ ഭയക്കേണ്ട വിധം ഭയക്കുന്നത് പണ്ഡിതന്മാരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ഡിതന്മാർക്ക് ഒരുപാട് മഹാത്മ്യമുണ്ടെന്ന് തിരുസുന്നത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ നശിച്ചുപോയ മേഖല റിയാഇന്റെ മേഖലയാണ്, കപടഭക്തിയുടെ മേഖലയാണ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അവിടത്തെ ജനതയോടൊരു സുപ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലുമൊക്കെ ആ പ്രഭാഷണത്തിന്റെ രത്നച്ചുരുക്കം കാണാം, അതിന്റെ ചില ഭാഗങ്ങൾ കാണാം. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന, ആ പ്രവാചകരുടെ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഗുണദോഷിക്കുകയാണ്. യാ ഉലമാ അസ്സൂ
തുസല്ലൂന വതസൂമൂന വതതസദ്ദഖൂൻ. അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരെ ഉലമാഇനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഉലമാ അസ്സൂഇ, നാശം പിടിച്ച പണ്ഡിതവർഗമേ, നാശത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അറിവുള്ള വിഭാഗമേ, തുസല്ലൂന വതസൂമൂന വതതസദ്ദഖൂൻ, നിങ്ങൾ നമസ്കാരമുള്ളവരാണ്, നിങ്ങൾ നോമ്പുള്ളവരാണ്, നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ്, ഇത്തരം കർമ്മങ്ങളൊക്കെ തന്നെ നിങ്ങൾ നിലനിർത്തുന്നവരും അനുഷ്ഠിക്കുന്നവരുമാണ്. എന്നാൽ ലാ തഫ്അലൂന മാ തഅ്മുറൂൻ വതദ്റുസൂന മാ ലാ തഅമലൂൻ. ഈ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമസ്കാരം, നോമ്പ്, ദാനം പോലത്തെ കർമ്മങ്ങളെല്ലാം നിങ്ങളിൽ മുടങ്ങാതെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നന്മകൾ പലതും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നിങ്ങളില്ല. ലാ തഫ്അലൂന മാ തഅ്മുറൂൻ, നിങ്ങൾ കൽപ്പിക്കുന്നിടത്ത് പലപ്പോഴും നിങ്ങളില്ല. വതദ്റുസൂന മാ ലാ തഅമലൂൻ, നിങ്ങൾ ചെയ്യാത്തതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ പഠിപ്പിക്കൽ കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യലാഭമായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാം ഈ പറഞ്ഞതിനേക്കാൾ കഠിനമായ ഭാഷയാണ് ഖുർആൻ ഈ വിഷയത്തിൽ പ്രയോഗിച്ചത്. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. വേദക്കാരെ, അഹ്ലുൽ കിതാബേ, കിതാബ് ചുമന്ന് നടക്കുന്ന പണ്ഡിതവർഗമേ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറഞ്ഞു കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അത് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും വലിയ കോപത്തിന് കാരണമാകുന്ന സംഗതിയാണ്. അല്ലാഹുവിന്റെ മഖ്ത്, അല്ലാഹുവിന്റെ വെറുപ്പ്, അല്ലാഹുവിന്റെ കോപം കഠിനമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. തുടർന്ന് ആ പ്രഭാഷണം തതൂബൂന ബിൽ ഖൗലി വൽ അമാനി വതഅമലൂന ബിൽ ഹവാ. പണ്ഡിത വിഭാഗമേ, തതൂബൂന ബിൽ ഖൗലി വൽ അമാനി, നിങ്ങൾ പശ്ചാത്തപിക്കുന്നത്, നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നത്, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ബിൽ ഖൗലി വൽ അമാനി, ചില ആലങ്കാരിക പ്രയോഗങ്ങളാണ്, പദപ്രയോഗങ്ങൾ മാത്രമാണ്. പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ നല്ല പദപ്രയോഗം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോ തൗബ ചെയ്യുമ്പോ ചില വേർഡുകളുണ്ട്, ചില വാക്കുകളുണ്ട്. വതഅമലൂന ബിൽ ഹവാ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ദേഹേച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണ്. ഈ പ്രഭാഷണം വർത്തമാനകാലത്തും വളരെ പ്രസക്തമാണ്. ആത്മീയതയുടെ പേരിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വ്യാജന്മാർ, ആ വ്യാജന്മാരുടെ വാക്ക് കേട്ടാൽ തതൂബൂന ബിൽ ഖൗലി വൽ അമാനി, വേദവാക്യങ്ങളും പ്രാർത്ഥനകളും നല്ല സുന്ദരമായി അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ വതഅമലൂന ബിൽ ഹവാ, അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വമാ യുഗ്നി അൻകും അൻ തുനഖൂ ജുലൂദകും വഖുലൂബുകും ദനിസ. നിങ്ങളുടെ ഈ പുറന്തൊലി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? വുളൂഇലൂടെയും കുളിയിലൂടെയും നിങ്ങളുടെ പുറന്തൊലി നിങ്ങൾ നന്നായി തേച്ചുരച്ച് വൃത്തിയാക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് കാര്യം? വഖുലൂബുകും ദനസ, നിങ്ങളുടെ ഹൃദയം മാലിന്യത്തിന്റെ കുപ്പത്തൊട്ടിലാണ്, നിറയെ കച്ചറകളാണ് നിങ്ങളുടെ ഹൃദയം മുഴുവൻ. എന്നിട്ട് പിന്നെ നിങ്ങൾ എത്ര നല്ല സോപ്പെടുത്ത് കുളിച്ചിട്ടും, എത്ര ഈ പുറന്തൊലി എത്ര വൃത്തിയാക്കിയിട്ടും എന്താ കാര്യം? എന്ത് കാര്യമുണ്ട്? തുടർന്ന് റൂഹുല്ലാഹ് പ്രസംഗിക്കുന്നു, ബിഹഖ്ഖിൻ നഖൂലു ലക്കും, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തമാശയാക്കി കരുതരുത്, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്, റബ്ബിങ്കൽ നിന്നുള്ള സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബിഹഖ്ഖിൻ നഖൂലു ലക്കും അഫ്സത്തും ആഖിറതുകും ബിസലാഹി ദുനിയാകും, അഫ്സത്തും ആഖിറതകും ബിസലാഹി ദുനിയാകും. നിങ്ങൾ ഈ ലോകത്തെ ഭംഗിയാക്കുന്നതിനിടയിൽ, ഈ ലോക ജീവിതം നന്നാക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതം നന്നാക്കുന്നതിനിടയിൽ, ഇതിനു വേണ്ടിയുള്ള ചരക്കുകൾ സമ്പാദിക്കുന്നതിനിടയിൽ,
ഈ ലോകത്ത് ക്ഷേമവും സുഖവും ഉണ്ടാക്കിയെടുക്കുന്ന ആ ജോലിയിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അഫ്സത്തും ആഖിറതക്കും, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ആഖിറത്തെ നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ഫസലാഹുദ് ദുനിയാ അഹബ്ബു ഇലൈക്കും മിൻ സലാഹിൽ ആഖിറ. ദുനിയാവ് നന്നാകലാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം, ഈ ലോക ജീവിതം സുഖത്തിലാകലാണ് നിങ്ങൾക്കൊക്കെ സന്തോഷം. മിൻ സലാഹിൽ ആഖിറ, ആഖിറം നന്നാകുന്നതിലേറെ, ആഖിറം നന്നാക്കാൻ നിങ്ങൾ പണിയെടുക്കുന്നതിലേറെ നിങ്ങൾ പലപ്പോഴും ദുനിയാവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഫസലാഹുദ് ദുനിയാ അഹബ്ബു ഇലൈക്കും മിൻ സലാഹിൽ ആഖിറ. ആഖിറത്തിന്റെ കാര്യത്തിലേറെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിക്കുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും ദുനിയാവിന് വേണ്ടിയാണ്. തുടർന്ന് പറയുന്നു, വൈലുക്കും, നിങ്ങൾക്ക് നാശം, അല്ലയോ അറിവുള്ള വിഭാഗമേ നിങ്ങൾക്ക് നാശം. മാദാ യുഗ്നി അനിൽ ബൈത്തിൽ മുദ്ലിമി അൻ യൂദഅ സിറാജു ഫൗഖ ലഹ്രിഹി വജൗഫുഹു വഹ്ശുൻ മുദ്ലിമുൻ. മാദാ യുഗ്നി അനിൽ ബൈത്തിൽ മുദ്ലിമി, ഊരിരുട്ടുള്ള ഒരു വീട്, അകത്ത് മുഴുവൻ അതിന്റെ അകത്തളങ്ങൾ, അതിലെ റൂമുകൾ മുഴുവൻ കൂരിരുട്ടാണ്. അങ്ങനെ ഇരുട്ടുള്ള ഒരു വീട്ടിൽ അതിന്റെ മേൽക്കൂരയിൽ ഒരു വിളക്ക് നിങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? ഒരു വലിയ വീട്, ഈ പള്ളിയുടെ മിനാരം, ആ മിനാരത്തിൽ വിളക്കുണ്ട്, പള്ളിക്കകത്ത് തീരെ വിളക്കില്ല. അങ്ങനെ ഒരു വീട്, ആ വീടിന്റെ തട്ടിൻ മുകളിൽ വാർക്കപ്പുറത്ത് നിങ്ങൾ വിളക്ക് വെച്ചു, എന്നിട്ട് പുറത്തേക്ക് നിങ്ങൾ വെളിച്ചം പകർത്തി. എന്നാൽ വജൗഫുഹു വഹ്ശുൻ മുദ്ലിമുൻ, ആ വീടിന്റെ റൂമുകളെല്ലാം കൂരിരുട്ടാണ്, അതിലൂടെ നടക്കാനോ അവിടെ താമസിക്കാനോ സാധ്യമല്ല. ഇങ്ങനെ ഒരു വീട് സജ്ജീകരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഗുണം? വീടിന്റെ അകത്ത് ലൈറ്റ് ഇല്ല, വെളിച്ചമില്ല, മേൽക്കൂരയിൽ വെളിച്ചമുണ്ട്, എന്താ കാര്യം? തുടർന്ന് പറയുന്നു, فَكَذَلِكَ لَا يُغْنِي عَنْكُمْ أَنْ يَكُونَ نُورُ الْعِلْمِ بِأَفْوَاهِكُمْ وَأَجْوَافُكُمْ وَحْشَةٌ مُظْلِمًا. ഈ പറഞ്ഞ ഉപമയിലുള്ളതുപോലെ മാതാ യുഗ്നി അൻകും, നിങ്ങൾക്ക് എന്ത് കാര്യം കിട്ടാനാണ്? അൻ യകൂന നൂറുൽ ഇൽമി ബിഅഫ്വാഹികും, ഇൽമിന്റെ വെളിച്ചം നിങ്ങളുടെ നാക്കിൻ തുമ്പത്താണ്, നിങ്ങളുടെ ചുണ്ടുകളിലാണ്, നിങ്ങളുടെ വായിലാണ് ഇൽമിന്റെ വെളിച്ചം. എന്നാൽ വഅജ്വാഫുകും വഹ്ശത്തുൻ മുദ്ലിമ, നിങ്ങളുടെ അകത്ത് മുഴുവൻ കൂരിരുട്ടാണ്. ഇതുകൊണ്ട് എന്താണ് കാര്യം? ഇങ്ങനെ വളരെ വിശദമായ ഒരു പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. ഇങ്ങനെ പണ്ഡിത ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ബോധത്തോടെ നിലകൊള്ളണം. നിങ്ങൾ വെറുതെ ഇത് പറഞ്ഞും ജനങ്ങൾക്ക് പകർത്തിക്കൊടുത്തും കപടഭക്തിക്കാരായി മാറരുത് എന്ന് ഈ ഉമ്മത്തിനോട് മാത്രല്ല, കഴിഞ്ഞുപോയ സമുദായങ്ങളോട് അവരുടെ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം വിവരിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. കപടഭക്തിയിൽ നിന്ന് നാം ഏവരും രക്ഷപ്പെടണം. റിയായിൽ നിന്ന് നാം ഓടിയൊളിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. അള്ളാഹിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, തഅവ്വദൂ ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്. തഅവ്വദൂ ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടി പ്രാർത്ഥിക്കണം. സദാ നിങ്ങൾ അള്ളാഹുവിനോട് തേടണം. എന്ത്? മിൻ ഖുശൂഇൻ നിഫാഖ്, കപടഭക്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. കപടഭക്തിയിൽ നിന്ന് ഭക്തി അള്ളാഹുവിനോടാണ് വേണ്ടത്. അള്ളാഹുവിന്റെ നേരെയാണ് ഭക്തി പ്രകടിപ്പിക്കേണ്ടത്. അത് പലപ്പോഴും വഴിപിഴച്ച് ലോകരിലേക്കും ജനതയിലേക്കും തിരിഞ്ഞു പോകുന്ന അവസ്ഥ, അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യുകയും വേണം. ആ ദുആക്ക് അനുസൃതമായ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ദുആ ചെയ്യണം. അല്ലാഹുവേ, ആ അവസ്ഥയിൽ നിന്ന് പണ്ഡിതന്മാർ വരെ അകപ്പെട്ടു പോകുന്ന ആ ദുരന്തത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ എന്ന് സദാ ദുആ ചെയ്യണം. നബി പഠിപ്പിച്ചതാണ്. ഇതിന്റെ അപകട സാധ്യത വളരെ വളരെ വ്യാപ്തിയുള്ളതാണ് സുഹൃത്തുക്കളെ, വളരെയധികം കൂടുതലാണ്.
ഇപ്പൊ കുഫർ എന്ന് പറഞ്ഞാൽ കുഫർ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ് അല്ലേ? ഹറാമായ പല കാര്യങ്ങളും വളരെ വ്യക്തമാണ്. നമ്മൾ ഒരുങ്ങി തയ്യാറായി പോയാൽ തന്നെ അതിൽ കുടുങ്ങുള്ളൂ. ഇതങ്ങനെയല്ല. നന്മയിലൂടെ നാം മുന്നേറുമ്പോൾ, നന്മകൾ നാം ചെയ്തു ജീവിക്കുമ്പോൾ നാം അറിയാതെ ഈ റിയാഇന്റെ കപടഭക്തിയുടെ കുഴിയിൽ അങ്ങ് പതിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്നലി റിയാഇ സബ്ഈന ബാബാ, ഇന്നലി റിയാഇ സബ്ഈന ബാബാ, നിശ്ചയം റിയാഇന് കപടഭക്തിക്ക് 70 ഡോറുകളുണ്ട്, കവാടങ്ങളുണ്ട്. 70 കവാടങ്ങളുണ്ട്. 70 കവാടങ്ങളുണ്ടെന്ന് പറഞ്ഞതിന്റെ സാരം, അതിന്റെ ഉദ്ദേശം എന്താ? അത്രയും വലിയ അപകട സാധ്യത റിയാഇനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ അമലുകളുമായി ബന്ധപ്പെടണം. സത്യവിശ്വാസികളായ ആളുകൾ നന്മകൾ ചെയ്യുമ്പോ, നന്മകളുമായി ബന്ധപ്പെടുമ്പോഴും ആ നന്മകൾ നിർവഹിച്ചതിന് ശേഷം, വിരമിച്ചതിന് ശേഷവും മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർമ്മങ്ങൾ ചെയ്യുമ്പോ, ഫർളാവട്ടെ സുന്നത്താവട്ടെ, നന്മകൾ ചെയ്യുന്ന സമയത്ത്, ചെയ്തതിന് ശേഷം ഈ 2 സമയത്തും മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില സംഗതികളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ഇതിപ്പോ ഈ വിഷയത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന്റെ മുമ്പുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. അയ്യൽസമൽ മുരീദു ഖൽബഹു القناعة بعلم الله تعالى في جميع طاعاته. ആഖിറം ലക്ഷ്യമാക്കുന്ന, അല്ലാഹുവിനെ ലക്ഷ്യമാക്കുന്ന ഒരു സത്യവിശ്വാസി അൻ യൽസമ ഖൽബഹു അൽ ഖനാഅത ബിഇൽമി അല്ലാഹി സുബ്ഹാനഹു വ തആല ഫീ ജമീഇ ത്വഅതിഹി. ആഖിറവും അല്ലാഹുവിനെയും ലക്ഷ്യമാക്കുന്ന ഒരു സത്യവിശ്വാസി അവൻ നന്മകളുമായി ബന്ധപ്പെടുമ്പോ, സ്വാലിഹായ അമലുകളുമായി ബന്ധപ്പെടുമ്പോ ആ സമയത്ത് അൻ യൽസമ ഖൽബഹു അൽ ഖനാഅത ബിഇൽമി അല്ലാഹി തആല, അല്ലാഹു അറിയുന്നുണ്ട്, അല്ലാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ ഈ ചെയ്യുന്നത് അല്ലാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി സംതൃപ്തനാകണം. ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ, ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, ഖുർആൻ പാരായണം നടത്തുകയാണെങ്കിൽ, അങ്ങനെ ഏതൊരു നന്മയുമായി ബന്ധപ്പെടുമ്പോഴും അവന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കണം, മനസ്സിൽ നടത്തണം, എന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ അല്ലാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിഷയത്തിൽ അവൻ സംതൃപ്തനാകണം. അതിൽ സംതൃപ്തി കുറയുമ്പോഴാണ് വേറെ പലയിടത്തേക്കും ശ്രദ്ധ പോവുക. ശ്രദ്ധ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവിടെ ഖനാഅത്ത് വേണം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ സംതൃപ്തി. അല്ലാഹു എന്നെ കാണുന്നു, ഞാൻ നന്മയുമായി ബന്ധപ്പെടുന്നു, അല്ലാഹു എന്നെ ശ്രദ്ധിക്കുന്നു, അല്ലാഹു എന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ബോധം സത്യവിശ്വാസിക്ക് നന്മകളുമായി ബന്ധപ്പെടുമ്പോ സദാ സമയത്തും ഉണ്ടാകണം. എന്തേ കാരണം? പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാല്, ആഖിറത്തിൽ നാം എത്തിക്കഴിഞ്ഞാല്, അല്ലാഹു നമ്മെ വിചാരണക്ക് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു പല കാര്യങ്ങളും നമ്മിൽ നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. അത് അമാനത്താണ്. അല്ലാഹു പലതും നമ്മിൽ നിർബന്ധാക്കിയിട്ടുണ്ട്, ഫർളാക്കിയിട്ടുണ്ട്. ഈ ഫർളായ കാര്യങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിൽ, ന്യൂനതകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ പിന്നെ നാം രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാ? സുന്നത്തായ നന്മകൾ ഇനി എത്രയുണ്ട് എന്ന് നോക്കിക്കൊണ്ട്, ആ നന്മകൾ കൊണ്ട് ഫർള് പരിഹരിക്കപ്പെടുമോ എന്ന് നോക്കിയിട്ട്, പരിഹരിക്കപ്പെടുമെങ്കിൽ രക്ഷ, അല്ലെങ്കിൽ ഉറപ്പാണ് നരകം. എന്ന് വെച്ചാൽ ഫർളിന്റെ കോട്ടം, ഫർളിന്റെ കുറവ് സുന്നത്ത് കൊണ്ടാണ് ആഖിറത്തിൽ പരിഹരിക്കുക. ആ സമയത്ത് സുന്നത്തായ അമലുകളിൽ ഇതുപോലത്തെ റിയാഇന്റെ കലർപ്പൊക്കെ ഉണ്ടെങ്കിൽ നരകം ഉറപ്പാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ അടിമകളൊക്കെയും അന്ത്യദിനത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നതാകുന്നു. അങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു അടിമയുടെ ഫർളിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലാഹു നിർബന്ധമാക്കിയതിൽ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ, അത് അനുഷ്ഠിച്ചിടത്ത് ചെയ്തിടത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ, അവിടെ വിളിച്ചു പറയപ്പെടും. എന്ത്? ആ ദാസന്റെ നമസ്കാരത്തിൽ കോട്ടുണ്ടല്ലോ, അങ്ങേര് ഹജ്ജ് ചെയ്തതിൽ പ്രശ്നമുണ്ടല്ലോ, പോരായ്മ ഉണ്ടല്ലോ,
അദ്ദേഹം സക്കാത്ത് കൊടുത്തോടത്ത് കുഴപ്പമുണ്ടല്ലോ, നോമ്പ് പിടിച്ചെടുത്ത് പ്രശ്നങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ആ വിചാരണയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ വല്ല പുണ്യകരമായ കാര്യവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ടോ, അദ്ദേഹത്തിന്റെ നന്മയുടെ ലിസ്റ്റിൽ വേറെ വല്ല സുന്നത്തുകളുണ്ടോ ഒന്ന് പരിശോധിക്കൂ മലക്കുകളെ. ആ മനുഷ്യന് പുണ്യകരമായ സുന്നത്തായ കാര്യങ്ങൾ നന്മകളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ ഉക്മില ബിഹി ഫർളുഹു, ഫർളിലെ പോരായ്മ ആ സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും. ഫഇല്ലം യകുൻ ലഹു തതവ്വുൻ, സുന്നത്തുകൾ നോക്കിയപ്പോ പുണ്യകരമായ നന്മകൾ പരിശോധിച്ചപ്പോ അവകളിലൊക്കെ കുഴപ്പങ്ങളും ഫർളുകളിലുള്ളതുപോലെ കോട്ടങ്ങളും ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ തലയിലും കാലിലും പിടിച്ചിട്ട് ചുരുട്ടിക്കൂട്ടിയിട്ട് നരകാഗ്നിയിലേക്ക് അങ്ങ് വലിച്ചെറിയുന്നതാകുന്നു. റവാഹു അബൂ ദാവൂദ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫർദിലൊക്കെ ഉണ്ടാകുന്ന കോട്ടങ്ങൾ പരിഹരിക്കപ്പെടാൻ സുന്നത്തുകൾ ആത്മാർത്ഥമായി ചെയ്യാം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ കേവലം സുന്നത്ത് നിസ്കാരം മാത്രമല്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു, ഫർദിലെ കോട്ടം സുന്നത്ത് കൊണ്ട് പരിഹരിക്കും, അതുകൊണ്ട് കുറച്ച് സുന്നത്ത് കൂട്ടി നിസ്കരിച്ചാൽ മതി, വേറുള്ള സുന്നത്തും പുണ്യകരമായ കാര്യമൊന്നുമില്ല. സുന്നത്ത് കാര്യത്തിന് ഇപ്പൊ എന്ത് ചെലവാണുള്ളത്? ഒരു ചെലവുമില്ലല്ലോ. നിസ്കരിക്കാൻ വന്ന ആളൊരു ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക പോലും വേണ്ട, വന്നയിടത്തുനിന്ന് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അത് വേണം, അതിന് ഒരുപാട് മഹാത്മ്യമുണ്ട്. പക്ഷെ അതിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. സുന്നത്തുകൾ അതിനു പുറത്തും സമൂഹത്തിനിടയിൽ നാം ചെയ്യേണ്ട പല കാര്യങ്ങളും പുണ്യകരമായ ലിസ്റ്റിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട്. ആ സുന്നത്തുകളുമായിട്ടും നാം ബന്ധപ്പെട്ട് ഫർദിന്റെ കോട്ടം മറ്റു പുണ്യകരമായ കാര്യങ്ങളിലൂടെ പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ സുന്നത്തിലൊന്നും തന്നെ റിയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ഈ നന്മയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നന്മ ചെയ്യുമ്പോൾ എപ്പോഴും ബോധം വേണം, അള്ള കാണുന്നു, അള്ള അറിയുന്നു, അള്ള എന്നെ നോക്കുന്നു, എന്നാ പിന്നെ റിയാ വരൂല, കപടഭക്തി വരൂല. വിരമിച്ചു കഴിഞ്ഞാൽ, നന്മ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് വിരമിച്ച് മാറി നിന്നാൽ പിന്നെ ഒരു സമയത്ത് അത് ജനങ്ങളിൽ പരസ്യപ്പെടുത്തി, അത് ജനങ്ങളോട് എടുത്തുപാടി കപടഭക്തി വരുന്നതും സൂക്ഷിക്കണം. കാരണം ഒരു നന്മയെ കുറിച്ചൊരു ചർച്ച വരുമ്പോ ആ ചർച്ചക്കിടയിൽ താൻ ചെയ്ത നന്മകൾ പറയാൻ പിശാച് പലപ്പോഴും ഉപദേശിക്കും. ഇപ്പൊ ഒരാള് കടം വാങ്ങിക്കൊണ്ടുപോയി, കാശ് കിട്ടണില്ല. അപ്പൊ അവനോട് പറയട്ടോ, ആ കാശ് പള്ളിപ്പണിക്ക് കൊടുക്കാനാണ്. എന്തിനേയും കൊടുത്തോട്ടെ, കടം മേടിച്ച ആളോട് കാശ് ചോദിച്ചാൽ പോരെ, എനിക്ക് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. പള്ളിപ്പണിക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹായം ചെയ്യാനാണ്, എനിക്ക് ആ കാശ് വേണം. എങ്ങനെയെങ്കിലും ഒന്ന് പിശാച് വന്ന് ഉപദേശിച്ചുകൊണ്ട് ആ നന്മകൾ പിറകെ എടുത്തു പറഞ്ഞുകൊണ്ട് തകർക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അമലുകളിൽ നിന്ന് വിരമിച്ചാൽ, നാം കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? ഞാനിപ്പോ അത്രയൊക്കെ ചെയ്തല്ലോ, അൽഹംദുലില്ലാ, പാടില്ല. ഇതൊക്കെ ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു മാനസിക സംതൃപ്തി കിട്ടിയില്ലല്ലോ, ഇത് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്താ കിട്ടിയത്? അതും പാടില്ല. നിങ്ങൾ എത്ര നല്ല നന്മകൾ ചെയ്താലും, സുന്നത്തുകൾ ചെയ്താലും, പുണ്യകരമായ കാര്യങ്ങൾ ചെയ്താലും മാനസികാവസ്ഥ എന്തായിരിക്കണം? ആശയുടെയും ആശങ്കയുടെയും ഇടയിലായിരിക്കണം മനസ്സ്. ആശയുടെയും ആശങ്കയുടെയും മധ്യത്തിലായിരിക്കണം. എന്താണ് ആശ? അല്ലാഹു ഞാൻ ഈ ചെയ്ത നന്മ സ്വീകരിച്ചിട്ടുണ്ടാകും, അല്ല അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മഹാത്മ്യം, അതിനുള്ള പ്രതിഫലം മരിച്ചു പോയാൽ എനിക്ക് കിട്ടുമല്ലോ. ആശ. എന്നാൽ ആ ആശയിലിരിക്കാൻ പാടില്ല, ആശങ്ക വേണം. പടച്ചവനെ, ഈ അമലുകൾ കുറ്റമറ്റ രീതിയിലായിട്ടില്ലെങ്കിൽ, ഇതിലെന്തെങ്കിലും കലർപ്പുകൾ പിണഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, അത് ഗുണത്തിലുപരി ഗുണത്തിനു പകരം അത് ദോഷമായി ഭവിച്ചേക്കാമല്ലോ റബ്ബേ. ഒരു പക്ഷേ ഞാൻ ഈ ചെയ്തത് വഴി എനിക്ക് മൈനസ് മാർക്കായിരിക്കും നീ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പടച്ചവനെ, ഇത് എനിക്ക് എന്നെ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ ഉണ്ടാകുമോ? ആശങ്ക. അപ്പൊ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിൽ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അയ്യകൂനൽ അബ്ദു ബൈനൽ ഖൗഫി വറജാഇ. ഒരു മുഅ്മിൻ എങ്ങനെ ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്? ബൈനൽ ഖൗഫി വറജാഇ, പ്രതീക്ഷയുടെയും ആശയുടെയും ആശങ്കയുടെയും മധ്യത്തിൽ. വെറും ആശയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് തെറ്റ് ചെയ്യും.
ആശയുള്ളത്, ആശങ്ക തീരുന്നില്ല. വെറും ആശങ്കയാണെങ്കിലോ ഇപ്പുറത്ത് പ്രതീക്ഷ തീരെ ഉണ്ടാവില്ല. പ്രതീക്ഷ ഇല്ലാഞ്ഞാൽ നമുക്ക് ഒരു നന്മയ്ക്കൊരു പ്രചോദനം ഉണ്ടാവില്ല, ഒരു ഊർജ്ജം ഉണ്ടാവില്ല. എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യണമെങ്കിൽ പ്രതീക്ഷ വേണം. പ്രതീക്ഷ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യൂല, അലസന്മാരായിട്ടിരിക്കും. അപ്പോ അതിനാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നമ്മെ പഠിപ്പിച്ചത്, ആശയുടെയും ആശങ്കയുടെയും ഇടയിൽ മാനസികാവസ്ഥ, നന്മകളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ അവസ്ഥയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. നിസ്കരിച്ചു കഴിഞ്ഞാലും, ഖുർആൻ പാരായണം കഴിഞ്ഞാലും, ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാലും, സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാലും, ദാനധർമ്മം കൊടുത്താൽ ഞാൻ അത്രയൊക്കെ കൊടുത്തല്ലോ, ഇനിയിപ്പോ എനിക്ക് സമാധാനമായി പാടില്ല. ബൈനൽ ഖൗഫി വറജാഇ, അത്രേ പാടുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സമൂഹത്തിന് നന്മകൾ ചെയ്യുന്ന പൊതുപ്രവർത്തകന്മാർ, സമൂഹത്തെ സേവിക്കാൻ സന്നദ്ധരായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ, അത് രാഷ്ട്രീയ മേഖലകളിലുള്ള മുഅ്മിനീങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ജമാഅത്ത് ഭാരവാഹികളാണെങ്കിലും, പണ്ഡിതന്മാരാണെങ്കിലും, പ്രഭാഷകന്മാരാണെങ്കിലും, ആരാണെങ്കിലും, പൊതുപ്രവർത്തകരാണെങ്കിൽ അവർ അവരുടെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം കാക്ഷിക്കുക, ആഗ്രഹിക്കുക. അള്ളാഹുവിൽ നിന്ന് മാത്രം ആഗ്രഹിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് പണമോ പ്രശസ്തിയോ എന്നല്ല, നന്ദി എന്ന രണ്ടക്ഷരം പോലും പ്രതീക്ഷിക്കരുത്. ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രത്യുപകാരം സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച് പൊതുപ്രവർത്തകനായി നിലകൊള്ളുന്ന വ്യക്തിയുടെ നന്മകളിലെല്ലാം തന്നെ നാം ആവേശമാകും, തകർന്ന് തരിപ്പണമാകും. ഞാൻ ഇത്രയും കാലമൊക്കെ പൊതുപ്രവർത്തകനായിട്ട് എനിക്ക് ഈ സമൂഹത്തിന്റെ ആട്ടും തുപ്പും പഴിയും അല്ലാതെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇത്രയും നാള് ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ജനങ്ങളുടെ ആട്ടും പഴിയാൻ ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ പറഞ്ഞതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താ? ഞാൻ പ്രതീക്ഷിച്ചത് അവരുടെ താരാട്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല, അല്ലേ? അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ? അർത്ഥണ്ട്. ഉള്ളിൽ പ്രതീക്ഷിച്ചത് അതായിരുന്നു, പക്ഷെ സമൂഹം എനിക്ക് സമ്മാനിച്ചത് ഇതാണ്. തകർന്നു. എന്തിനാ മറ്റു മേഖല പറയണ്ട, എന്റെ മേഖല തന്നെ പറയാ. ഒരു ഗുരുനാഥൻ, ഒരു ഉസ്താദ് താൻ ദീനി ഉലൂമുകൾ പകർത്തിക്കൊടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഒന്നും തന്നെ ഒരു സേവനവും ഒരു ഫലവും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒന്നും പ്രതീക്ഷിക്കരുത്. എന്തെങ്കിലും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മതാധ്യാപനം തകർന്നു. അള്ളാഹുവിങ്കൽ നിന്ന് ഒന്നും തന്നെ അതിന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഗുരുനാഥൻ ശിഷ്യഗണങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കരുത്, ഒന്നും. ഇനി ആഗ്രഹിക്കാതെ ആവശ്യപ്പെടാതെ ഗുരുനാഥൻ എന്തെങ്കിലും സമ്മാനമായി കൊടുത്താലോ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ കുഴപ്പമില്ല എന്നതിനോടുകൂടെ ഇഷ്ടപ്പെട്ട് ഒരു പ്രസന്റേഷൻ, ഒരു ഗിഫ്റ്റ് ഉസ്താദിന് കൊടുത്താൽ അത് വാങ്ങുന്നതിൽ മതത്തിന് വിലക്കില്ല, വിരോധമില്ല. എങ്കിൽ തന്നെ മുൻഗാമികളായ ഉസ്താദുമാർ, സ്വഹാബത്താകുന്ന ഉസ്താദുമാർ, താബീഇങ്ങളായ ഉസ്താദുമാർ, അവരൊക്കെ തന്നെ എന്നിട്ടും ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ മുൻകാലത്തൊരു ഉസ്താദ്, താബീഇങ്ങളിൽപ്പെട്ട ഒരു ഉസ്താദ് കിണറ്റിൽ വീണു. ഇങ്ങനെ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ കിണറ്റിൽ വീണപ്പോ സഹായമർത്ഥിച്ചു. ആ സമയത്ത് ആരോ കിണറ്റിൽ വീണിട്ടുണ്ടല്ലോ എന്ന് കേട്ട് പരിസരവാസികളായ ആളുകളെല്ലാം കിണറ്റിൻ കരയിൽ ഒത്തുകൂടിയ പിന്നെന്താ ചെയ്യാ? ഫഅദ്ലു ഹബ്ലൻ. ഇമാം ഗസാലി ഇഹ്യയിൽ വിവരിക്കുന്നു ഈ ചരിത്രം. ഫഅദ്ലു ഹബ്ലൻ. ആ നാട്ടുകാരൊരു കയറ് ഇറക്കി കൊടുത്തു. കയറിൽ പിടിച്ചാ പിന്നെ പൊക്ക. ആളണ്ട് നിന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ച് കയറ് ഇറക്കി കൊടുത്തപ്പോ താഴെ നിൽക്കുന്ന ഉസ്താദ് എന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞത്? ഫഹലഫ അലൈഹിം അല്ലാ യഖിഫ മഅഹും മൻ ഖറഅ അലൈഹിം ആയതൻ മിനൽ ഖുർആൻ ഔ യസ്മഉ മിൻഹു ഹദീസൻ. ആ കിണറ്റിൻ കരയിൽ ഇപ്പൊ മുകളിൽ കുറെ ആളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ എന്റെ ശിഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും പഠിച്ചവരുണ്ടെങ്കിൽ, എന്നിൽ നിന്നൊരു ഹദീസെങ്കിലും പഠിച്ചവരുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മാറി നിൽക്കി, ബാക്കിയുള്ളവർ കയറി പിടിച്ചാൽ മതി. ഇത് ബഡായി അല്ല, കള്ളത്തരല്ല. ഞാൻ ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുത്ത, ഒരു ഹദീസ് ഞാൻ പകർത്തി കൊടുത്ത ഒരു ശിഷ്യൻ കിണറ്റിൻ കരയിലുണ്ടെങ്കിൽ മാറി നിൽക്കട്ടെ, എന്നിട്ടേ ഞാൻ ഈ കയറിന്റെ ഈ തലയിൽ പിടിക്കുകയുള്ളൂ, എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയാ മതി. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്?
അതിന്റെ കൂലി എങ്ങാനും നശിച്ചു പോയാലോ എന്ന് പേടിച്ചിട്ട്. അല്ലെങ്കിൽ അവിടെ സഹായിക്കാൻ വന്ന ശിഷ്യൻ ഉസ്താദിനെ ഇന്ന് രക്ഷപ്പെടുത്തി കരക്കെത്തിയപ്പോ അവന്റെ മോന്ത കണ്ടപ്പോ എന്റെ മോനാപ്പത്, അവനും കൂടിയല്ലോ എന്നെ കഴിച്ചിലാക്കാൻ. പിന്നെ ക്ലാസ്സിൽ വരുമ്പോ അവനോട് പ്രത്യേക ഒരു പ്രതിബദ്ധത വരാനിടയുണ്ട്. അതുകൊണ്ട് അമൽ ഒരിക്കലും പൊളിഞ്ഞു പോകരുത്, എന്ത് ക്ലേശങ്ങൾ ഉണ്ടായാലും എന്നവരെ നിയ്യത്ത് വെച്ചു. മഹാനായ ശഖീഖുൽ ബൽഖി എന്ന ജ്ഞാനി പറയുന്നു, അഹ്ദൈതു ലി സുഫിയാന സൗരി റഹിമഹുല്ലാഹ് സൗബാ. മഹാനായ സുഫിയാനു സൗരിക്ക് ഞാനൊരു വസ്ത്രം സമ്മാനം കൊടുത്തു. സമ്മാനം കൊടുത്തപ്പോ ശഖീഖ് എന്ന മഹാൻ പറയാണ്, സുഫിയാനു സൗരിക്ക് ഞാനൊരു വസ്ത്രം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ആ വസ്ത്രം അദ്ദേഹത്തിന് കൊടുത്തപ്പോ ഫറദ്ദഹു അലയ്യ, അത് നിരസിച്ചു, എനിക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ സുഫിയാനു സൗരി എന്ന മഹാനൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? ശിഷ്യന്മാരാരെന്തു കൊടുത്താലും വാങ്ങൂല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇത് ഈ കൊടുക്കുന്ന, ഈ വസ്ത്രം സമ്മാനിക്കുന്ന ശഖീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം സുഫിയാനു സൗരി ശിഷ്യന്മാരിൽ നിന്നൊന്നും മേടിക്കാറില്ല എന്നറിയാം. അപ്പൊ ഇത് നിരസിച്ചപ്പോ ഇത് നൽകിയ ശഖീഖ് പറഞ്ഞു, യാ അബാ അബ്ദുർ റഹ്മാൻ ലസ്തു അനാ മിമ്മൻ യസ്മഉൽ ഹദീസ്. അല്ല മഹാനെ, ഞാനിപ്പോ നിങ്ങളിൽ നിന്ന് ഹദീസ് പഠിച്ച, ഖുർആൻ പഠിച്ച നിങ്ങളുടെ ഒരു ശിഷ്യനൊന്നും അല്ലല്ലോ, പിന്നെ എന്തിപ്പോ നിങ്ങൾ ഹത്താ തറുദ്ദഹു അലയ്യ, നിങ്ങൾ ഈ തന്നത് തിരിച്ചെനിക്ക് തന്നെ തന്നത്, ഇതെന്തുകൊണ്ട് നിങ്ങൾ നിരസിച്ചു? ഞാൻ നിങ്ങളുടെ ശിഷ്യനൊന്നും അല്ലല്ലോ. അപ്പൊ ഫഖാല സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് അലിംതു ദാക വലാകിൻ അഖൂക യസ്മഉ മിന്നിൽ ഹദീസ്. നീ എന്റെ ശിഷ്യനല്ല എന്നത് എനിക്കറിയാം, പിന്നെന്തേ കാരണം? നീ എനിക്ക് സമ്മാനിച്ച വസ്ത്രം ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരാൻ കാരണം എന്താ അറിയോ? വലാകിൻ അഖൂക യസ്മഉ മിന്നിൽ ഹദീസ, നിന്റെ ഒരു അനിയൻ, നിന്റെ ഒരു സഹോദരൻ എന്റെ പക്കൽ നിന്ന് ഹദീസ് പഠിക്കുന്നുണ്ട്, ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. നിന്റെ ഒരു സഹോദരൻ, ഒരു അനിയൻ, ഈ അനിയന് എന്റെ അടുത്ത് ശിഷ്യനാണ്. അതുകൊണ്ട് നിന്റെ ഈ ഗിഫ്റ്റ് സ്വീകരിച്ചാല് അവനെ കാണുമ്പോ അവന്റെ ഇക്ക എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവനോട് പ്രത്യേക ഒരു പ്രതിബദ്ധത വരാനിടണ്ട്. അതുകൊണ്ട് ഞാനത് പേടിക്കുന്നു, എനിക്ക് വേണ്ട. ആലോചിച്ചു. മുൻഗാമികളായ ഗുരുനാഥന്മാർ, പൊതുപ്രവർത്തകർക്കുണ്ടായിരുന്ന ആ ഇഖ്ലാസിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്ന് മതാധ്യാപന രംഗത്തന്നെ എന്താ അവസ്ഥ? ഉസ്താദിനെ ഇടയ്ക്ക് പോയി കാണണം, വെറും കൈയോടെ കണ്ടാ പോരെ, പൊതി വേണം. പൊതിയുള്ള ആൾക്ക് പ്രത്യേക ചിരി, അല്ലാത്തവന് ചിരിയില്ല, അല്ലെ? ഞാൻ ഒരാളെ കുറിച്ചല്ല ഈ പറയുന്നത്, മൊത്തത്തിൽ ഇന്നത്തെ ഈ സമൂഹത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. മുൻഗാമികളുടെ അവസ്ഥ ഇതായിരുന്നു. ഈ മേഖല മാത്രല്ല, എല്ലായിടത്തും. വകദാലിക മൻ യഖദിമു അബവൈഹി, ശ്രദ്ധിക്കണം. വകദാലിക മൻ യഖദിമു അബവൈഹി, ഈ പറഞ്ഞതുപോലെ സൂക്ഷിക്കണം. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന മക്കൾ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന മക്കളും ഈ ശ്രദ്ധ പാലിക്കണം. എന്താ ശ്രദ്ധ? എന്താ? ഫലാ യംബഗി അൻ യഖദിമ ലഹുമാ ലിത്വലബിൽ മൻസിലത്തി ഇൻദഹുമാ, മാതാവിനെ സഹായിക്കുന്ന, പിതാവിനെ സഹായിക്കുന്ന, അവർക്ക് നന്മ ചെയ്യുന്ന ഒരു മകന് ഫലാ യംബഗി അൻ യഖദിമ ലഹുമാ ലിത്വലബിൽ മൻസിലത്തി ഇൻദഹുമാ. ഉമ്മാക്കും ഉപ്പാക്കും സഹായങ്ങൾ, സേവനം ചെയ്യുന്ന മകന്റെ മനസ്സിൽ തൊലബിൽ മൻസിലത്തി ഇൻദഹുമാ, ഞാനാകട്ടെ മറ്റു മക്കളെക്കാൾ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട മകൻ, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മകൻ. അങ്ങനെയായാൽ അത് ശിർക്കായി, അത് നാശമായി, അത് റിയായി. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും മറ്റേതെങ്കിലും ഭൗതിക കാര്യമല്ല ആഗ്രഹിക്കുന്നത്. ഉപ്പാക്ക് അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഉപ്പാന്റെ ആരംഭപ്പുള്ളയായി കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് കൂടുതൽ എനിക്ക് എഴുതി തന്നേക്കാം. ഇതല്ല, ഇത് വ്യക്തമായ തെറ്റാണ്. ഇതല്ല, ഉപ്പാക്ക് നന്നായി സേവനം ചെയ്യാ. എന്തിന്? ഉപ്പാന്റെ മനസ്സിൽ മറ്റു മക്കൾക്കില്ലാത്ത ഒരു സ്ഥാനം എനിക്ക് കിട്ടട്ടെ. ഈ രീതിയിൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നവൻ കപടഭക്തിക്കാരനാണ്. അവന്റെ സേവനം അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. മാതാപിതാക്കൾക്കിടയിൽ നല്ലവുള്ള ചമയാൻ വേണ്ടി അവർക്ക് ആരും സേവനം ചെയ്യണ്ട. ഇല്ലാ മിൻ ഹൈസു ഇന്നഹു ഇന്ന റിളല്ലാഹി അൻഹു ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പൊരുത്തത്തിലൂടെയാകുന്നു അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സൃഷ്ടാവായ, എന്റെ യജമാനനായ, ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തം എനിക്ക് വേണമല്ലോ.
ആ പൊരുത്തത്തിൽ എത്താനുള്ള വാതില് മാതാപിതാക്കളാണല്ലോ, അതുകൊണ്ട് അവരെ പ്രീതി സമ്പാദിച്ചേ മതിയാകൂ. ഇങ്ങനെയാണെങ്കിൽ തൗഹീദായി, അല്ലെങ്കിൽ ശിർക്കായി. സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥ. ഉമ്മാക്കും ഉപ്പാക്കും എന്നോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊടുക്കുക പാടില്ല. فلا يجوز له أن يرائي بطاعته لينال بها منزلة عند الوالدين فإن ذلك معصية. ഇങ്ങനെ ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നന്മ എന്നല്ല, അതിന്റെ പേര് മഅസിയത്ത് എന്നാണ്, ഹറാം. ഈമാനുള്ള ആളുകളുടെ ദൃഷ്ടിയിൽ തൗഹീദിന്റെ വക്താക്കളുടെ മാനദണ്ഡം വെച്ച്, അളവുകോല് വെച്ച് പരിശോധിച്ചാൽ ഈ കർമ്മം മഅസിയത്താണ്, തിന്മയാണ്, അല്ലാഹുവിങ്കൽ അപരാധമാണ്, കുറ്റമാകുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമുക്കിപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന സംഗതിയാണല്ലോ അല്ലെ. ഉമ്മാന്റെ പൊരുത്തം എനിക്ക് കിട്ടണം, ഉപ്പാന്റെ പൊരുത്തം പോരാ, ആ പൊരുത്തത്തിനപ്പുറത്തുള്ള സംഗതി അത് കണക്റ്റഡ് ആക്കിയിട്ട് വേണം പൊരുത്തം ആഗ്രഹിക്കാൻ. ഇതാകുന്നു അവസ്ഥ, ഇതാകുന്നു. അങ്ങനെ ഏതേത് മേഖല പരിശോധിച്ച് നോക്കിയാലും ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഒരാൾ നന്മ ചെയ്യുമ്പോ ഏത് വിധേനയുള്ള നന്മയാണെങ്കിലും ആ നന്മ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം ചെയ്യേണ്ടത്, അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാകരുത്. അങ്ങനെ ആരെങ്കിലും അവർക്ക് സേവനം ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നറിയുമോ? വസയക്ഷിഫുല്ലാഹു അൻ റിയാഇഹി വസയക്ഷിഫുല്ലാഹു റിയാഅഹു. അല്ലാഹു അവന്റെ ഈ കാപട്യം പുറത്തു കൊണ്ടുവരും. മാത്രമല്ല വയുസ്ഖിതു മൻസിലതഹു മിൻ ഖുലൂബിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ മനസ്സിൽ നിന്ന് ഇവനോടുള്ള താല്പര്യം അല്ലാഹു നീക്കം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ആരെങ്കിലും മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ, എത്ര അങ്ങോട്ട് സേവനം ചെയ്താലും ഉമ്മാക്കും ഉപ്പാക്കും പൊരുത്തം അവനോടുണ്ടാവില്ല. എന്തേ കാരണം? മുഖല്ലിബുൽ ഖുലൂബായ നാഥൻ, നമ്മുടെ ഹൃദയം ചലിപ്പിക്കുന്നത് ആരാ? അല്ലാഹു. എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടാകണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ വിചാരിക്കാത്തത് കൊണ്ട് ചിലപ്പോ വിചാരിച്ചില്ലെങ്കിലും എനിക്ക് താല്പര്യം തോന്നിയേക്കാം. മുഖല്ലിബുൽ ഖുലൂബായ നാഥൻ, ഹൃദയത്തെ ചലിപ്പിക്കുന്ന അല്ലാഹു, ആ അല്ലാഹു മാതാപിതാക്കളുടെ മനസ്സിൽ നിന്ന് കപടഭക്തിക്കാരായി സേവനം ചെയ്ത മക്കളുടെ മക്കളോടുള്ള താല്പര്യം അല്ലാഹു നീക്കം ചെയ്യുന്നതാകുന്നു. അല്ലാഹു അങ്ങോട്ട് എടുത്തു കളയും, പിന്നെ രക്ഷയില്ലല്ലോ. അപ്പൊ ഇത് നിസാര കാര്യത്തിൽ പോലും കപടഭക്തി കയറി വരുന്നത്, കടന്നു വരുന്നത് നാം ശ്രദ്ധിക്കണം. എത്രത്തോളം അമലുകളെ നിഷ്കളങ്കമാക്കാൻ, സംശുദ്ധമാക്കാൻ ആഗ്രഹിച്ച് പർവ്വതങ്ങളുടെ മുകളിലേക്ക് ആരാധനകൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പഴയകാലത്തെ സൂഫിമാരും സന്യാസിമാരും, അവർക്ക് പോലും പലപ്പോഴും കപടഭക്തി വന്നുപെട്ടു. വേറൊരു കുഴപ്പം അവർക്കുണ്ടായില്ല, അവർക്ക് കിബിറുണ്ടായില്ല. കാരണം കിബിറുണ്ടായെങ്കിൽ വേറെ ആരെങ്കിലും കാണണ്ടേ അല്ലേ? വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെ സന്യാസത്തിന് പോയ സന്യാസികളെ പോലും റിയാ പിടികൂടി. അതെങ്ങനെ റിയാ പിടികൂടിയത്? അവരിങ്ങനെ ഒറ്റക്ക് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും വിജനമായ മേഖലകളിൽ ഒറ്റപ്പെട്ട് നിലകൊള്ളുന്നതിനിടയിൽ അവരെ മനസ്സിലേക്ക്, ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അധ്വാനിച്ച കുറെ കാലമായി, ഞാൻ നാട്ടിലിറങ്ങിയ ഔലിയപ്പാപ്പ ആവുമല്ലോ, ഇന്നിപ്പോ ഔലിയപ്പാപ്പ ആകാനും സ്വാമി ആകാനും അതൊന്നും വേണ്ട, കുറെ കാലം ഇപ്പൊ കാട്ടിൽ ആരാധിച്ച് ഞാനൊരു സുപ്രഭാതത്തിൽ നാട്ടിൽ, ഇപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഔലിയാണ്. നാട് വിട്ടിട്ട് ഉമ്മാനോടും ഉപ്പാനോടും തിരക്കൂടിയിട്ട് വഴക്കും വെക്കാനും ഉണ്ടാക്കിയിട്ട് നാട് വിടും. എന്നിട്ട് കുറച്ച് താടിയും തൊപ്പറിയും നീട്ടിയിട്ട് നാട്ടിൽ വന്ന് ഞാൻ തന്നെയാണ് ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുൽ ആലെന്ന് പറഞ്ഞിട്ടുണ്ട് വരും. നാട് വിടുക, അതൊരു ക്വാളിഫിക്കേഷനാണ്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ആത്മാർത്ഥമായി നിയ്യത്ത് നന്നാക്കി, ഞാൻ ഈ കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ, എന്റെ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ എന്ന് വിചാരിച്ച് വനാന്തരങ്ങളിലേക്ക് സന്യാസത്തിന് പോയ മുൻകാല സൂഫികളും സന്യാസിമാരും, അവരെ പോലും പലപ്പോഴും റിയാ പിടികൂടി എന്ന് ചരിത്രത്തിലും ഇമാമുമാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അറിയോ? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നു, വേദക്കാരിൽപ്പെട്ട ഒരു സന്യാസിയെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടി. ഈ സന്യാസി ഒറ്റക്ക് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫദഖൽതു അലൈഹി ഫീ സൗമാതിഹി. സംആൻ എന്ന് പേരുള്ള സന്യാസി വേദക്കാരനാണ്. ഫദഖൽതു അലൈഹി ഫീ സൗമാതിഹി. അദ്ദേഹം ഒരു കാട്ടില് ചെറിയ ഒരു പ്രാർത്ഥനാ മണ്ഡപമൊക്കെ നിർമ്മിച്ച് അതിനകത്ത് അങ്ങനെ ഒറ്റക്ക് ആരാധന നടത്തിയിരിക്കുകയാണ്. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് ഞാൻ കയറി ചെന്ന് അദ്ദേഹത്തിന്റെ മണ്ഡപത്തിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു, യാ സംആൻ,
എത്ര നാളായി നിങ്ങൾ ഈ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഫഖാല മുൻദു 70 സന, 70 വർഷമായി. 70 വർഷമായി ഞാൻ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ ആരാധിച്ച് ജീവിക്കുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം സന്യാസിയോട് രണ്ടാമത് ചോദിച്ചു, ഫമാദാ ത്വആമുക, എന്താ നിങ്ങൾ ഇവിടെ വെച്ച് കഴിക്കുന്നത്, ഭക്ഷിക്കുന്നത്? നിങ്ങളുടെ ഭക്ഷണം എന്താണ്? ഈ ചോദ്യം വന്നപ്പോ സന്യാസി ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഭക്ഷണം ആരാ തരുന്നത് എന്നുള്ള ചോദ്യം, ഭക്ഷണം എവിടുന്നാ കിട്ടുന്നത് എന്നുള്ള ചോദ്യം അസ്ഥാനത്താണല്ലോ, നിങ്ങളത് ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ ഏകദൈവ വിശ്വാസിയാണല്ലോ, നിങ്ങളൊരു മുസൽമാനാണല്ലോ, നിങ്ങളത് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം സന്യാസിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അള്ളാഹു ആണ് തരുന്നതെങ്കിലും ഏത് മാർഗേണയാണ് നിങ്ങൾക്കിത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ആ സന്യാസി പറഞ്ഞു, ഞാൻ വല്ലപ്പോഴും പട്ടണത്തിലേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് കടലമണി കൊണ്ടുവരും, എന്നിട്ട് അല്പം കടലമണികൾ രാത്രിയിൽ കഴിക്കും, അത് തന്നെയാണ് എന്റെ ഭക്ഷണം. കുറച്ച് കടലമണി രാത്രി കഴിക്കും, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം സന്യാസിയോട് വീണ്ടും ചോദിച്ചു, ചുരുങ്ങിയ കടലമണികളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സംതൃപ്തനാകുന്നത്? ഈ കടലമണി മാത്രം കഴിച്ച് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? എന്തെല്ലാം രുചികരമായ ഭക്ഷണം! നിങ്ങൾ ഈ താമസിക്കുന്ന കാട്ടിൽ നല്ല മധുരമുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, അതിലേക്കൊന്നും നിങ്ങളുടെ ദൃഷ്ടി പതിയാതെ, മനസ്സ് കൊതിക്കാതെ ഈ കടലമണിയിൽ മാത്രം നിങ്ങൾ സായുജ്യമടയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സന്യാസി പറഞ്ഞു, എന്റെ ഈ മണ്ഡപം നിങ്ങൾ കണ്ടോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം തുറിച്ചു നോക്കുമ്പോൾ ഒരു കൊച്ചു മണ്ഡപമാണെങ്കിലും നന്നായി അലങ്കരിച്ചിരിക്കുന്നു. എന്റെ നാട്ടുകാരായ ആളുകൾ വർഷത്തിലൊരിക്കൽ എന്റെ ഈ കാട്ടിലേക്ക്, ഈ കുന്നിലേക്ക് കയറി വന്ന് ഈ കാണുന്ന മണ്ഡപം അവർ അലങ്കരിക്കും. അലങ്കരിച്ചതിന് ശേഷം ഈ മണ്ഡപത്തിന് അവർ പ്രദക്ഷിണം ചെയ്യും, തവാഫ് ചെയ്യും. ശേഷം എന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ക്യൂ നിൽക്കും. ഇങ്ങനെ ഒരു സുദിനം വർഷത്തിലൊരിക്കലുണ്ട്. ഈ സുദിനം കെട്ട് ഓർക്കുമ്പോ ഒരു കൊല്ലം മുഴുവൻ ഇടങ്ങാറാകുന്നതും എനിക്കൊരു പ്രശ്നമല്ല. ഞാനിങ്ങനെ ജീവിക്കുന്നതിനിടയിൽ പലപ്പോഴും എനിക്ക് മടി തോന്നും, അലസത ഉണ്ടാവും, മനംമടുപ്പ് വരും. മനംമടുപ്പ് വന്നാൽ അപ്പൊ ഞാൻ ചിന്തിക്കും ആ സുദിനത്തിലേക്ക്. ഏത് സുദിനത്തിലേക്ക്? നാട്ടുകാരൊക്കെ എന്റെ പള്ളിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കാണാൻ ക്യൂ നിൽക്കുന്ന ആ സുദിനത്തിലേക്ക് ഓർത്താല് എനിക്ക് ഉന്മേഷം ഉണ്ടാകും, എനിക്ക് ഊർജം ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആത്മാർത്ഥമായി ധ്യാനത്തിന് പോയിട്ടും അവിടെയും വികലമായ അവസ്ഥ. ജനങ്ങൾ വർഷത്തിൽ ഒരിക്കൽ കയറി വന്നിട്ട് എന്നെ ആദരിക്കുന്നുണ്ടല്ലോ എന്ന അവസ്ഥ, അത് ഓർക്കുമ്പോ കടലമണി മാത്രം എനിക്ക് മതി. എന്നിട്ട് ഈ സന്യാസി എന്നോട് ചില ഗുണങ്ങൾ ഉപദേശിച്ചു. പ്രിയപ്പെട്ട മുസൽമാനായ സഹോദര, ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് നീണ്ട ക്ലേശം സഹിക്കുകയാണ്, വർഷത്തിലെ ഒരു ദിവസത്തെ സുഖത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി. പ്രിയപ്പെട്ട മുസ്ലിമേ, നീ നീണ്ട സുഖത്തിനു വേണ്ടി, അനശ്വരമായ സുഖത്തിനു വേണ്ടി ചുരുങ്ങിയ ക്ലേശം സഹിക്കാൻ തയ്യാറാകണം. അയാൾ പറഞ്ഞു കൊടുക്കുക ആ സന്യാസി, ഇനിയും നിനക്ക് പഠിക്കണോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, ഇനിയും എനിക്ക് പഠിക്കണം, എങ്കിൽ നീ ഈ മണ്ഡപത്തിന്റെ പുറത്തേക്ക് ഇറങ്ങൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചില ആളുകളൊക്കെ സൂക്ഷിച്ചു, നമ്മുടെ ഗുരുവിന്റെ മണ്ഡപത്തിലേതാ ഒരു അപരിചിതൻ. ചില ആളുകൾ കാണേ ഈ സന്യാസി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കടലയുടെ പാത്രം ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് സമ്മാനിച്ചു. ചില ആളുകൾ അത് കണ്ട ഉടനെ സന്യാസി പറഞ്ഞു, ഇനി അകത്തേക്ക് കയറിയിരുന്നോ. അപ്പോഴേക്കും ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഖോജ പറയുന്നു, ഈ സംഭവം കണ്ട ആളുകൾ അതാ നാട്ടിൽ പരസ്യപ്പെടുത്തി. അവിടെയുള്ള ആളുകളൊക്കെ, നസാറാക്കൾ, ക്രിസ്ത്യാനികൾ എല്ലാം എന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു നിങ്ങൾക്ക് എന്താ തന്നത്? അത് അദ്ദേഹത്തിന്റെ ഭക്ഷണമാണ്. ഭക്ഷണമോ? ആ ഭക്ഷണം കൂടുതൽ ബഹുമാനിക്കുന്നത്, അനുഗ്രഹീതമായി കാണുന്നത് ഞങ്ങളാണല്ലോ, നിങ്ങൾ മുസ്ലിം അല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ ഗുരുവിന്റെ ഭക്ഷണം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുമോ, അതിന് വില പറയുമോ? ഞാൻ ഉടനെ 20 ദീനാറ് പറഞ്ഞു. ഒന്നും ആലോചിക്കാതെ ആ ജനത ആ കടലപാത്രം 20 ദീനാറിന് വാങ്ങിച്ചു. ഞാൻ സന്യാസിയുടെ മുന്നിലെത്തിയപ്പോൾ സന്യാസി എന്നോട് ചോദിച്ചു, എവിടെ ഞാൻ നിനക്ക് നൽകിയ കടലപാത്രം? നിങ്ങളുടെ അനുയായികൾക്ക് വിറ്റു. എത്ര രൂപക്കാ വിറ്റത്? 20 ദീനാറിന്. നീ എത്ര മഹാവിഡ്ഢിയാണ്. ആ സന്യാസി എന്നോട് പറഞ്ഞു, നീ വലിയ വിഡ്ഢി തന്നെ. നീ അവരോട് 20,000 ദീനാർ ചോദിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിനക്ക് ആ സംഖ്യ നൽകുമായിരുന്നേനെ. കാരണം അത്രമാത്രം അവരെന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു.
എന്നോടുള്ള ആദരവിന്റെ ഫലമായിട്ട് അത്ര വലിയ സംഖ്യ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന കടലമണിക്ക് നിനക്ക് കിട്ടിയെങ്കിൽ അവരെന്നെ ആദരിക്കുന്നുള്ളൂ, അവരെന്നെ ആരാധിക്കുന്നില്ല. അവരെ സൃഷ്ടിച്ചത് ഞാനല്ല, അവരുടെ കൂട്ടത്തിൽ ഒരു ഭക്തനും ഒരു ഗുരുവും മാത്രമാണ് ഞാന്. ആ ഗുരുവിനോടുള്ള താല്പര്യം കൊണ്ട് അത്രയും സംഖ്യ മുടക്കാൻ അവർ തയ്യാറായെങ്കിൽ, ആരാധ്യനായ അള്ളാഹുവിനോടുള്ള താല്പര്യം കൊണ്ട് ഈ ലോകത്തും പരലോകത്തും മുസ്ലിമേ നിനക്ക് ലഭിക്കാനുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സന്യാസി പറഞ്ഞു കൊടുക്കുകയാണ്. ചില സന്യാസിമാരെ കൂട്ടത്തിലും നല്ലതൊക്കെ ഉണ്ടാവും. നല്ലതുണ്ടാവും എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാവരും സന്തോഷമുള്ള സന്തോഷ് മാധവന്മാരും ഭദ്രകാളികളും ആയിക്കൊള്ളണമെന്നില്ലല്ലോ. എല്ലാ കൂട്ടത്തിലും ചിലപ്പോ ഉള്ളതിലൊരു സത്യസന്ധതയ്ക്കുള്ള ആളുകൾ ഉണ്ടാകാമല്ലോ. ആ കൂട്ടത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ ചിന്തിച്ച ഒരു വേദക്കാരനായ സന്യാസി നല്ല മനുഷ്യനായിരുന്നു, നല്ല നീയത്തായിരുന്നു. എന്നിട്ടും ആ മനുഷ്യന് വർഷത്തിലൊരിക്കൽ ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നത് ഓർത്തിട്ടാണ് അദ്ദേഹം കൂടുതൽ കൂടുതൽ നന്മകളുമായി ബന്ധപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇഹ്യയിലെ ചരിത്രം ഉദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പ്രവേശിക്കണം. ഈ ലോകത്ത്, സ്വതന്ത്ര ലോകത്ത്, ഇവിടെ നമുക്ക് നന്മ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, തിന്മ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വതന്ത്ര ലോകത്ത് നാം ആരെ പോലെയാകണം? നാം ആരെ പോലെയാകണം? ഈ ലോകത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ഒരു മുഅ്മിന് ഈ ലോകത്തുള്ള ഒരു ചക്രവർത്തിയെ പോലെ, രാജാവിനെ പോലെയാണ് ആകേണ്ടത്. ഇവിടെ നമ്മൾ രാജാവിനെ പോലെ ജീവിക്കണം. ഏത് രാജാവ്? എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സുഖങ്ങൾക്കുള്ള ഘടകങ്ങളുമുള്ള ഒരു രാജാവ്. പട്ടുമെത്തകളുണ്ട്, യഥേഷ്ടം ഭക്ഷണമുണ്ട്, തോഴിമാരുണ്ട്, രാജ്ഞികളുണ്ട്, കൊട്ടാരത്തിൽ പരിവാരങ്ങളുണ്ട്, പട്ടുമെത്തകളുണ്ട്, ആഭരണങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള ദുനിയാവിലെ ഒരു രാജാവ്. ആ രാജാവിനെ പോലെയാകണം ഈ ലോകത്തൊരു സത്യവിശ്വാസി. പക്ഷേ ആ രാജാവിന് ഒന്നുകൂടെ പറയാനുണ്ട്, ആ രാജാവിന് ശരീരരോഗമുണ്ട്, ആ രാജാവിനൊരു അസുഖമുണ്ട്. ഏതേത് സമയത്തും ആ രാജാവ് ആ രോഗം കാരണം മരിക്കുമെന്ന് പേടിച്ചിരിക്കുകയാണ്. എല്ലാ സൗകര്യമുള്ള രാജാവ്, ആ രാജാവിന് ശാരീരിക രോഗമുണ്ട്. ഏത് സമയത്തും മരിക്ക എന്ന അവസ്ഥയിലാണ് ആ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജാവിനറിയാ ഈ രാജാവിനറിയാ അന്നഹു ലവിഹ്തമ, ഒരു വൈദ്യനെ സമീപിച്ച് പഥ്യമാചരിച്ചാൽ, വജാഹദ ശഹ്വതഹു, ഭക്ഷണത്തിൽ നിന്ന് പല ഭക്ഷണവും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, മധുരം ഉപേക്ഷിക്കണം, ഉപ്പ് ഉപേക്ഷിക്കണം, കൊഴുപ്പുള്ളത് ഉപേക്ഷിക്കണം എന്നൊക്കെ വൈദ്യം പറഞ്ഞപ്പോ രാജാവ് ഇതിനൊക്കെ തയ്യാറായിട്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ആശാവധാമുൽക്കുഹു, ആ രാജാവ് ജീവിക്കും, രാജാവിന്റെ അധികാരം നിലനിൽക്കും. നേരെ മറിച്ച് വൈദ്യന്മാരുടെ പഥ്യം ആചരിക്കാതെ രോഗം മൂർച്ഛിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആ മനുഷ്യൻ രുചി നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ആ രാജാവ് നശിക്കും, അദ്ദേഹത്തിന്റെ അധികാരം തകരും. നേരെ മറിച്ച് മനസ്സിന് താല്പര്യം ഉണ്ടായിട്ടും പഥ്യം ആചരിച്ചുകൊണ്ട് ഈ രുചികരമായ ഭക്ഷണമൊക്കെ ഈ സൗകര്യം ഉള്ളതോടുകൂടെ രാജാവ് മാറ്റിവെച്ചാൽ രാജാവ് ഇനിയും ജീവിക്കും. വദാമമുൽക്കുഹു, അദ്ദേഹത്തിന്റെ അധികാരം നിലനിൽക്കും. ഇതുപോലെ പാരത്രിക ലോകത്തെ രാജാധികാരം കൊതിക്കുന്ന സത്യവിശ്വാസി, നമുക്കൊക്കെ ആഖിറത്തിലെ രാജാക്കന്മാരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആഖിറത്തിലെ രാജാധികാരം കൊതിക്കുന്ന സത്യവിശ്വാസി പാരത്രിക ലോകത്ത് നാശം വിതക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ ലോകത്ത് പഥ്യം ആചരിക്കട്ടെ. അപ്പൊ ഈ രാജാവ് തന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി തനിക്ക് സൗകര്യം ഉണ്ടായിട്ട് തനിക്ക് കിട്ടിയിട്ടും പല കാര്യവും സുഖങ്ങളും മാറ്റിവെക്കുകയാണ്. ഇതുപോലെ ആഖിറത്തിലെ രാജാധികാരം കിട്ടാൻ പല സുഖങ്ങളും അള്ളാനെ ഓർത്ത് പരലോകത്തെ രാജാധികാരത്തിന് വേണ്ടി നാം മാറ്റിവെക്കുക. അങ്ങനെ നമ്മുടെ അമലുകൾ നന്നാക്കുക. എന്നാൽ കപടഭക്തിയിൽ നിന്ന് രക്ഷപ്പെടാം. ചുരുക്കത്തിൽ മാസങ്ങളായി പറഞ്ഞ വിഷയത്തിന്റെ അതിന്റെ പരമാത്മാവ്
അല്ല എന്നെ നോക്കുന്നു, അല്ല എന്നെ കാണുന്നു, അല്ല എന്നെ വീക്ഷിക്കുന്നു എന്ന ബോധം അമലുകളുമായി ബന്ധപ്പെടുമ്പോഴും അതിനുശേഷവും ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ കപടഭക്തിയിലൂടെ അമലുകൾ തകരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും സ്വാലിഹായ അമലുകൾ കുറ്റമറ്റ നിലയിൽ അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.